നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു? കസ്റ്റംസ് അല്ലേ? കസ്റ്റംസിൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾ 2 ചാപ്റ്റർ പഠിച്ചെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ 3ാമത്തെ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. എന്ത്? ലെവി ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി. എന്താടാ ലെവി ഓഫ് കസ്റ്റം ഡ്യൂട്ടി? സത്യം പറഞ്ഞാൽ ഇത് 3ാമത്തെ ചാപ്റ്റർ ഒന്നുമല്ല. നമ്മുടെ ടെക്സ്റ്റിൽ ഫസ്റ്റ് ചാപ്റ്ററിലെ നമ്മൾ ആദ്യമേ പഠിച്ച ആ ബേസിക് കുറേ ടേംസും കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ചിട്ട് അതിൻ്റെ ബാക്കിയാണിത്. ആ ചാപ്റ്ററിനെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനായി പോകും. കസ്റ്റം നമ്മൾ വെറുത്തു. അതുകൊണ്ടാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പഠിക്കുകയും പിന്നെ ഓരോ ക്ലാസ് വരുന്തോറും കുറച്ചും കൂടെ ഹാർഡറായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനം എന്താണ്? ലെവി ഓഫ് കസ്റ്റം ഡ്യൂട്ടി. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തുമാണ് കസ്റ്റം ഡ്യൂട്ടി വരുന്നത് നമുക്കറിയാം അല്ലേ? ഇനി അത് എപ്പോഴാണ് വരുന്നത്, ഏത് ഡേറ്റിലാണ് വരുന്നത്? ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരവിടെ നിന്ന് അയക്കുമ്പോഴേ നമ്മൾ കസ്റ്റം ഡ്യൂട്ടി അടയ്ക്കണോ? നമ്മൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റുകൾ ഫയൽ ചെയ്യേണ്ടി വരുമോ? ആ ഡോക്യുമെൻ്റ് എന്നാണ് പേ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ? അതൊക്കെയാണ് സത്യത്തിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു കഥ പോലെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. നമ്മൾ USA നിന്ന് കാണാൻ വരുന്നുണ്ടോ? പെൻസിൽ വെച്ച് എഴുതിയാൽ കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ USA നിന്ന് നമ്മുടെ കൊച്ചിയിലേക്ക് ആ ഒരു ഷിപ്പ് വഴി, നമ്മുടെ ഷിപ്പ് ഉണ്ടോ? ഷിപ്പാണെന്ന് സങ്കല്പിക്കുക കേട്ടോ. ഇതെന്ത് കൊച്ചിയിൽ നിന്ന് USA നിന്ന് നമ്മൾ കൊച്ചിയിലേക്ക് ഷിപ്പ് വഴി കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്ത് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആര് കാണും? ഇവിടെ എക്സ്പോർട്ടർ കാണും. ഇവിടെ ആര് കാണും? ഇമ്പോർട്ടർ കാണും. സംശയമില്ലല്ലോ, അറിയാവുന്ന കാര്യം തന്നെയല്ലേ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടി, ഇതിൻ്റെ മൊത്തം സംഭവങ്ങളും തുടങ്ങുന്നത് USA നമ്മുടെ USA എക്സ്പോർട്ടർ കാണും. USA ആര് കാണും? എക്സ്പോർട്ടർ കാണും. ഈ എക്സ്പോർട്ടർ ഷിപ്പിലുള്ള പേഴ്സൺ ഇൻ ചാർജ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് ഷിപ്പിലാണെങ്കിൽ പേഴ്സൺ ഇൻ ചാർജ് ആരാണ്, അതുപോലെ വെഹിക്കിളിലാണെങ്കിൽ പേഴ്സൺ ഇൻ ചാർജ് ആരാണ്? ഡ്രൈവറാണ്. അതുപോലെ എയർക്രാഫ്റ്റിലാണെങ്കിൽ പേഴ്സൺ ഇൻ ചാർജ് ആരാണെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അതുപോലെ നമ്മുടെ ഈ ഷിപ്പിലുള്ള പേഴ്സൺ ഇൻ ചാർജിന് ഈ ഗുഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കൂലേ? അതായത് നമ്മുടെ കയ്യിലാണ് ആ ഗുഡ്സ് ഉള്ളെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് ഷിപ്പിലാണ് എന്ത് ചെയ്യുക? നമ്മൾ ഷിപ്പിലാണ് നമ്മൾ കൊച്ചി വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതെങ്കിൽ ഷിപ്പിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, പേഴ്സൺ ഇൻ ചാർജിനാണ്. അപ്പോൾ ഇവിടെയും പേഴ്സൺ ഇൻ ചാർജിന് റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുത്തു. ഗുഡ്സും കാര്യങ്ങളും പേഴ്സൺ ഇൻ ചാർജിന് കൊണ്ട് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ പേഴ്സൺ ഇൻ ചാർജ് ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യും. ആ ഡോക്യുമെൻ്റ് പേരാണ് ബിൽ ഓഫ് ലാഡിംഗ്. എന്ത് പ്രിപ്പയർ ചെയ്യും? ബിൽ ഓഫ് ലാഡിംഗ് എന്ന് പറഞ്ഞ് ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യും. ഇതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ എത്ര ഗുഡ്സ് ഉണ്ട്, ഇതിൻ്റെ വാല്യൂ എന്താണ്, ഇതിൻ്റെ നെറ്റ് വെയിറ്റ് എന്തൊക്കെയാണ്, അങ്ങനെ ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ കാണും. എക്സ്പോർട്ടറുടെ പേര്, അഡ്രസ്സ്, ഷിപ്പിൻ്റെ പേര്, അങ്ങനെ അഡ്രസ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കാണും. ഓക്കെ, ഇത് പ്രിപ്പയർ ചെയ്തിട്ട് ഇതിൽ 3 കോപ്പി ഉണ്ടാക്കും. എത്ര കോപ്പി ഉണ്ടാക്കും? 3 കോപ്പി. ഈ 3 കോപ്പിയിൽ 2 കോപ്പി നമ്മുടെ എക്സ്പോർട്ടറുടെ കൈ കൊടുക്കും. 2 കോപ്പി ആർക്ക് കൊടുക്കും? എക്സ്പോർട്ടറുടെ കൈ കൊടുക്കും. ഈ 2 കോപ്പി നമ്മുടെ പേഴ്സൺ ഇൻ ചാർജ് എക്സ്പോർട്ടർക്ക് കൊടുക്കും. 1 കോപ്പി പേഴ്സൺ ഇൻ ചാർജ് തന്നെ കയ്യിൽ വെച്ചിരിക്കും. ഓക്കെ അല്ലേടാ? ഈ എക്സ്പോർട്ടർ എന്തോ ചെയ്യുമെന്നറിയാമോ? എക്സ്പോർട്ടർ ഇതിൽ 1 കോപ്പി അയാളുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കും. 1 കോപ്പി എക്സ്പോർട്ടറുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കും. 1 കോപ്പി ഇമ്പോർട്ടർ അയച്ചു കൊടുക്കും. 1 കോപ്പി ആർക്ക് അയച്ചു കൊടുക്കും? ഇമ്പോർട്ടർക്ക് അയച്ചു കൊടുക്കും. എന്ത് പറയുന്നത്? ഞങ്ങളിതാ ഈ ബിൽ ഓഫ് ലാഡിംഗ് എന്ന് പറയുന്ന ഈ ഡോക്യുമെൻറ്റിൽ കാണുന്ന ഷിപ്പിൽ ഇത്ര വെയിറ്റുള്ള സാധനം, ഇത്ര ക്വാണ്ടിറ്റി ഉള്ള സാധനം, ഇത്ര റേറ്റ് ഇട്ടിട്ട് ഇന്ന ചാർജുകളൊക്കെ പേ ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്ന്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായോ? ആദ്യമേ നടക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നും കൂടെ പറഞ്ഞേ. നമ്മൾ USA നിന്ന് കുറച്ച് ഗുഡ്സ് കൊച്ചിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ്. ഓക്കെ അല്ലേ? USA നിന്ന് കുറച്ച് ഗുഡ്സ് കൊച്ചിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എക്സ്പോർട്ടർ കൊണ്ടുവന്നിട്ട് ഈ ഗുഡ്സ് നേരെ കൊണ്ടുവന്നിട്ട് ഷിപ്പിലാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഷിപ്പിൽ ഒരു പേഴ്സൺ ഇൻ ചാർജ് കാണും അല്ലേ? നമ്മൾ പഠിച്ചതല്ലേ? ആ പേഴ്സൺ ഇൻ ചാർജിൻ്റെ കയ്യിൽ ഗുഡ്സ് കൊടുക്കും. പേഴ്സൺ ഇൻ ചാർജ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ബിൽ ഓഫ് ലാഡിംഗ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യും. അതിന് 3 കോപ്പീസ് കാണും. അതിൽ 2 കോപ്പി എക്സ്പോർട്ടർ കൊടുക്കുകയും 1 കോപ്പി പേഴ്സൺ ഇൻ ചാർജിൻ്റെ കയ്യിൽ വെച്ചേക്കുകയും ചെയ്യും. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ എക്സ്പോർട്ടർ ഈ 2 കോപ്പിയിൽ 1 കോപ്പി ഇമ്പോർട്ടർ അയച്ചു കൊടുക്കും. 2 കോപ്പിയിൽ 1 കോപ്പി ഇമ്പോർട്ടർ അയച്ചു കൊടുക്കും. 1 കോപ്പി നമ്മുടെ എക്സ്പോർട്ടറുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കും. 1 കോപ്പി എക്സ്പോർട്ടറുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കും. ഓക്കെ, അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇവിടുത്തെ ചാർജും കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സ്പോർട്ടർ പേ ചെയ്ത് കാണും. അത് നമ്മുടെ സംബന്ധിക്കുന്ന വിഷയമല്ല. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഗുഡ്സ് ഷിപ്പിൽ കയറ്റി ഷിപ്പ് നേരെ വന്നിട്ട് നമ്മുടെ 12 നോട്ടിക്കൽ മൈൽസ്, ഓർമ്മയുണ്ടോ? 12 നോട്ടിക്കൽ മൈൽസിലെത്തും.
എവിടത്തോടാ 12 നോട്ടിക്കൽ മൈൽസ് എത്തും. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 12 നോട്ടിക്കൽ മൈൽസിലാണ്. 12 നോട്ടിക്കൽ മൈൽസ് അല്ലല്ലോ നമ്മൾ പഠിച്ചത്, നമ്മൾ അത് കഴിഞ്ഞിട്ട് ഏതാണ്ടൊക്കെ പഠിച്ചല്ലോ. പക്ഷേ അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഓയിൽ റിഗ്സ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? 12 നോട്ടിക്കൽ മൈൽസിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ പഠിച്ചപ്പോഴും പറഞ്ഞായിരുന്നു 12 നോട്ടിക്കൽ മൈൽസ് എപ്പോൾ കിടക്കുന്നോ അവിടെ മുതൽ അത് നമ്മുടെ രാജ്യത്ത് ഇമ്പോർട്ട് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇമ്പോർട്ട് പ്രൊസീജിയർ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഷിപ്പ് ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് ഒരു ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ ഷിപ്പ് ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് ഒരു ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ പേരാണ് IGM. എന്താണ് IGM? ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ്. എന്താണ് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻറ്റ് എവിടെ സബ്മിറ്റ് ചെയ്യണം? നമ്മുടെ കൊച്ചിൻ സ്റ്റേഷനില്ലേ, നമ്മുടെ ഈ കൊച്ചിൻ പോർട്ടിലേക്ക് ഈ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് സബ്മിറ്റ് ചെയ്യണം. ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് ബിഫോർ അറൈവലിന് സബ്മിറ്റ് ചെയ്യണം. അതായത് അറൈവലിന് മുമ്പേ സബ്മിറ്റ് ചെയ്യണം. പ്രശ്നമില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഒന്നും കൂടെ പറയാണ്, നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കുറച്ച് സാധനങ്ങൾ അതെന്ത് ചെയ്തു, സഞ്ചരിച്ച് കൊച്ചിൻ വരെത്തി. അങ്ങനെ കൊച്ചിനിലെത്തുന്നതിന് മുമ്പ് നമ്മളൊരു ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്ത് ചെയ്യണം? അഡ്വാൻസ് ആയിട്ട് കൊച്ചിൻ പോർട്ടിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതായത് ഇങ്ങനൊരു ഷിപ്പുണ്ട്, അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നീളവും വീതിയൊക്കെ ഇതാക്കിയാണ്, ഞങ്ങൾക്ക് ഇത്ര സ്പേസ് വേണം കിടക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ അവിടെ ഇത്രയും ഗുഡ്സുകളുണ്ട്, ഇത്രയും നിങ്ങളുടെ നാട്ടിൽ ഇറക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് കുറേ ഡീറ്റെയിൽസൊക്കെ ഉള്ള ഒരു ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് സബ്മിറ്റ് ചെയ്തില്ലേ? ഇതാരായിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഷിപ്പിൻ്റെ പേഴ്സൺ ഇൻചാർജിൻ്റെ പേരിലായിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത്. പ്രശ്നമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് നമ്മുടെ കൊച്ചിൻ കസ്റ്റംസ് ഇവർക്ക് തിരിച്ച് ഒരു എൻട്രി ഇൻവേർഡ് കൊടുക്കും. എന്ത് കൊടുക്കും? എൻട്രി ഇൻവേർഡ്. ഓക്കെ, അങ്ങനെ നമ്മുടെ കൊച്ചിൻ കസ്റ്റംസ് ഇവർക്ക് എന്ത് കൊടുത്തു? എൻട്രി ഇൻവേർഡ്. അതായത് പറഞ്ഞു, നിങ്ങൾ ഓക്കെ, ഞങ്ങൾ സമ്മതിച്ചു, നിങ്ങളുടെ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് ഒക്കെ ഞങ്ങൾ കണ്ടു, അത്രയും സ്ഥലങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇത്ര ഗുഡ്സ് ഇവിടെ കൊണ്ടുവരണം, അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ സമ്മതിച്ചിട്ട് ഒരു എൻട്രി ഇൻവേർഡ് കൊടുത്തു. അതായത് ഇങ്ങോട്ട് വരാനുള്ള പെർമിഷൻ അവർക്ക് കൊടുത്തു. അവർക്ക് എന്ത് ചെയ്തു? നമ്മൾ ഗ്രാൻഡ് ചെയ്ത് കൊടുത്തു. പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഷിപ്പ് എന്ത് ചെയ്യും? നമ്മുടെ 12 നോട്ടിക്കൽ മൈൽസ് ഒക്കെ കഴിഞ്ഞ് ഇന്ത്യയിൽ വരും. 12 നോട്ടിക്കൽ മൈൽസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വരും. ഓക്കെ, ഇനി ഇവിടെ നിന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു കസ്റ്റം സ്റ്റേഷൻ കാണും. ഇതാണ് നമ്മുടെ കസ്റ്റം സ്റ്റേഷൻ. നമ്മുടെ കസ്റ്റംസിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന എയർപോർട്ട് പോലുള്ള കസ്റ്റം പോർട്ടാണ് ഇതായത്. ഓക്കെ, ഇവിടെ ഒരു സ്ഥലം കാണും. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കസ്റ്റം ഏരിയ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എവിടെയോ കസ്റ്റം ഏരിയ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ഷിപ്പിൽ നമ്മൾ കൊണ്ടുവരുന്ന ഗുഡ്സ് എവിടെയായിരിക്കും സൂക്ഷിക്കുന്നത്? കസ്റ്റം ഏരിയയിലായിരിക്കും സൂക്ഷിക്കുന്നത്. കസ്റ്റം ഏരിയയിൽ ഒരു കസ്റ്റോഡിയൻ കാണും. ആ കസ്റ്റോഡിയൻ്റെ കീഴിലായിരിക്കും ഈ സാധനം സൂക്ഷിക്കുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു 1ാമത്തെ 2ാമത്തെ വീഡിയോയിലാണ് പഠിച്ചത്. ഓക്കെ, അങ്ങനെ ഇവിടെ ഗുഡ്സ് വന്നു, നമ്മൾ പെർമിറ്റ് ചെയ്ത് ബിൽ ഓഫ് എൻട്രി കിട്ടി, ബിൽ ഓഫ് ഇൻവേർഡ് കിട്ടി. എന്നിട്ട് നമ്മൾ ഈ ഗുഡ്സ് എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ കസ്റ്റം ഏരിയയിൽ കസ്റ്റോഡിയൻ്റെ കയ്യിൽ കൊടുത്തു വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഇന്ത്യയിലുള്ള ഇമ്പോർട്ടർ വന്നിട്ട് ആ സാധനം കളക്ട് ചെയ്യണം. അതിന് ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടർ കൊച്ചിൻ പോർട്ടിൽ പോയിട്ട് ബിൽ ഓഫ് എൻട്രി കൊടുക്കണം. എന്ത് കൊടുക്കണം? ബിൽ ഓഫ് എൻട്രി കൊടുക്കണം. അതായത് അവൻ്റെ കയ്യിൽ നേരത്തെ പറഞ്ഞ നമ്മുടെ ബിൽ ഓഫ് ലാഡിംഗ് ഉണ്ട്. ആ ബിൽ ഓഫ് ലാഡിങ്ങിൽ കുറേ ഡീറ്റെയിൽസ് കാണും. ഇന്ന ഗുഡ്സാണ്, ഇത്ര രൂപയാണ് വില, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണും. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഒരു ബിൽ ഓഫ് എൻട്രി, എൻ്റെ കുറച്ച് ഗുഡ്സ് ഇവിടെ വരുന്നുണ്ട്, അത് എൻ്റെതാണ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ബിൽ ഓഫ് എൻട്രി എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അങ്ങനെ സബ്മിറ്റൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മുടെ പോർട്ടിൽ വന്നിട്ട് നമുക്ക് അടയ്ക്കാനുള്ള ഡ്യൂട്ടിയും കാര്യങ്ങളും എത്രയാണെന്നൊക്കെ സെൽഫ് അസസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ഡ്യൂട്ടി പറയും. ആ ഡ്യൂട്ടി പേ ചെയ്യുകയാണെങ്കിൽ കസ്റ്റംസ് ക്ലിയറൻസ് എന്നും പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അങ്ങനെ കസ്റ്റം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് നേരെ കൊണ്ട് കസ്റ്റോഡിയൻ്റെ കയ്യിൽ കൊടുക്കുകയും കസ്റ്റോഡിയൻ എന്ത് ചെയ്യും? ആ സാധനം നമുക്ക് റിലീസ് ചെയ്ത് തരുകയും ചെയ്യും. പ്രശ്നമില്ല. ഇതാണ് ബേസിക്കായിട്ട് നടക്കുന്ന കാര്യം. ഇതിപ്പോൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത് പറയാൻ കാരണമുണ്ട്. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് ഒരു ഇമ്പോർട്ട് പ്രൊസീജിയറൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ വരുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിൻ്റെ ഓരോ ടെർമിനോളജീസൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്കൊന്നും കൂടെ പഠിക്കാം. ഓക്കെ അല്ലേ? ഇവിടെ വേറൊരു കാര്യങ്ങളുണ്ട്. എന്താ പറയുക, നമ്മുടെ ഈ കസ്റ്റം സ്റ്റേഷനകത്ത് ഒരു ബോർഡിംഗ് ഏരിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ബോർഡിംഗ് സ്റ്റേഷൻ എന്നോ ബോർഡിംഗ് ഏരിയ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ബോർഡിംഗ് ഏരിയ അല്ലെങ്കിൽ ബോർഡിംഗ് സ്റ്റേഷൻ എന്ന് വിളിക്കാം. അതായത് നമ്മുടെ ഈ ഷിപ്പിൽ ഗുഡ്സ് മാത്രമായിരിക്കും വരുന്നത്, പാസഞ്ചേഴ്സും ഉണ്ട്. അപ്പോൾ പാസഞ്ചേഴ്സ് എല്ലാം ഇവിടെ പോവും, നമ്മുടെ ഗുഡ്സ് എല്ലാം ഇവിടെ പോവും. ഗുഡ്സ് എല്ലാം ഇവിടെ പോവും. ഓക്കെ അല്ലേ? ഇനി പാസഞ്ചേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ 2 ഗേറ്റ് കാണും. ഇവിടെ എന്ത് കാണും? 2 ഗേറ്റ്. ഒരെണ്ണം ഗ്രീൻ കളർ, ഒരെണ്ണം റെഡ് കളർ. ഓക്കെ,
പാസഞ്ചേഴ്സ് അവരുടെ കയ്യിൽ ലഗേജ് ഒന്നുമില്ല, അവർ ചുമ്മാ അവിടുന്ന് ഇവിടം വരെ വന്ന് മാത്രമേ ഉള്ളൂ, അവർക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനമൊന്നും ഇല്ലെങ്കിൽ അവർ സിമ്പിളായിട്ട് ഇവിടെ വന്ന് ചെക്കിങ് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ടുള്ള ചെക്കിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഗ്രീൻ ഗേറ്റ് വഴി ഇറങ്ങി പുറത്ത് പോയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കും. ഓക്കെ, ഇനി അവരുടെ കയ്യിൽ ഗുഡ്സ് ഉണ്ടെങ്കിലോ ആ ഗുഡ്സ് കസ്റ്റം ഏരിയയിൽ നിന്ന് വന്ന് നേരെ ഇവിടെ ചെന്ന് ഇവിടുന്ന് ആ ഗുഡ്സിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അതിനകത്ത് വല്ല ഡ്യൂട്ടിയും പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതും പേ ചെയ്തിട്ട് അവരടുത്ത ഗേറ്റിൽ കൂടെ പുറത്തു പോകും. ഓക്കെ അല്ലേ? ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മുടെ ഈ കസ്റ്റം ഏരിയയിൽ നമ്മുടെ ഗുഡ്സ് വന്നിരിക്കൂലേ, ഈ കസ്റ്റം ഏരിയയിൽ ഇരിക്കുന്ന ഗുഡ്സ് നമുക്ക് വേണമെങ്കിൽ ഹോം കൺസംഷന് വേണ്ടിയിട്ട് റിലീസ് ചെയ്തുകൊണ്ട് പോവാം. നമ്മളെല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണ്? ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അടയ്ക്കാനുള്ള ഡ്യൂട്ടി എല്ലാം പേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ഹോം കൺസംഷന് വേണ്ടിയിട്ട് റിലീസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് നമ്മളത് എടുത്തുകൊണ്ട് പോകും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഇത് നമ്മുടെ കസ്റ്റം പോർട്ടിൻ്റെ വെയർ ഹൗസിൽ വെക്കാം. കസ്റ്റം പോർട്ടിൻ്റെ എവിടെ വെക്കാം? വെയർ ഹൗസിൽ വെക്കാം. കസ്റ്റം പോർട്ടിൻ്റെ എവിടെ വെക്കാം? വെയർ ഹൗസിൽ വെക്കാം. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ലല്ലോ. അങ്ങനെ നമ്മൾ വെയർ ഹൗസിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഇമ്പോർട്ടർ വന്നിട്ട് ബിൽ ഓഫ് എൻട്രി കൊടുക്കണമെന്ന്. ഞങ്ങളുടെ കുറച്ച് ഗുഡ്സ് വരുന്നുണ്ട്, അതിന് എൻട്രി ഞങ്ങൾ അനുവദിക്കണം തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബിൽ ഓഫ് എൻട്രി കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഇത് വെയർ ഹൗസിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇൻബോർഡ് ബിൽ ഓഫ് എൻട്രി കൊടുക്കണം. എന്ത് കൊടുക്കണം? ഇൻബോർഡ് ബിൽ ഓഫ് എൻട്രി. അതായത് എൻ്റെ ഗുഡ്സ് വരുന്നത് നിങ്ങൾ ഇൻബോർഡ് ചെയ്യണം, അതായത് നിങ്ങളുടെ വെയർ ഹൗസിൽ കൊണ്ട് കുറച്ച് നാളത്തേക്ക് സൂക്ഷിച്ച് വെച്ചിരിക്കണം. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ്സാണ്, നമ്മുടെ വെയർ ഹൗസും കാര്യങ്ങളൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തു അവിടുന്ന്. നമ്മൾ വിചാരിച്ച ഒരു 2-3 മാസമെങ്കിലും എടുക്കുന്നു, പക്ഷേ അത് 1 മാസത്തിനുള്ളിൽ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കസ്റ്റം പോർട്ടിൽ ചെന്നിട്ട് പറയും ഞങ്ങളുടെ കയ്യിൽ വെയർ ഹൗസ് ഇപ്പോൾ ഇല്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ഗുഡ്സ് കുറച്ച് നാൾ നിങ്ങളുടെ വെയർ ഹൗസിലേക്ക് വയ്ക്കുക, അതിന് കുറച്ച് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഇനി മുമ്പോട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും അപ്പോൾ നമ്മൾ എന്ത് ഫയൽ ചെയ്യണം? ഒരു ഇൻബോർഡ് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യണം. ഇൻബോർഡ് ബിൽ ഓഫ് എൻട്രി. ഓക്കെ അല്ലേ? അങ്ങനെ ഇൻബോർഡ് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കസ്റ്റമിൻ്റെ വെയർ ഹൗസിൽ വെക്കാം. അങ്ങനെ കസ്റ്റമിൻ്റെ വെയർ ഹൗസിൽ വെച്ചിട്ട് കുറേ നാൾ കഴിയുമ്പോൾ നമുക്കത് ഹോം കൺസംഷന് വേണ്ടി റിലീസ് ചെയ്യണ്ടേ? അങ്ങനെ ഹോം കൺസംഷന് വേണ്ടി റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ബോർഡ് ബിൽ ഓഫ് എൻട്രി വീണ്ടും ഫയൽ ചെയ്യണം. എന്ത് ഫയൽ ചെയ്യണം? എക്സ്ബോർഡ് ബിൽ ഓഫ് എൻട്രി. വെയർ ഹൗസിൽ വെക്കാൻ ഇൻബോർഡ് ബിൽ ഓഫ് എൻട്രിയും വെയർ ഹൗസിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ എക്സ്ബോർഡ് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യണം. പ്രശ്നമില്ലല്ലോ. സത്യം പറഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഇനി ഇതിൻ്റെ കുറച്ച് ഡേറ്റും റേറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി തീർന്നു. പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ ഈ സിമ്പിളായിട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യങ്ങളും അത് നമ്മുടെ 12 നോട്ടിക്കൽ മൈൽസിൽ വന്നിട്ട് നമ്മുടെ സ്റ്റേഷനിൽ എത്തുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റായിട്ട് ഒന്ന് സിമ്പിളായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ മതി. കാരണം ഇനി മുമ്പോട്ട് വരുന്ന ചാപ്റ്ററിലെല്ലാം നമ്മളിത് പഠിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുള്ള സാധനമാണ്. അതുപോലെ ഇവിടെ എക്സ്പോർട്ട് പ്രൊസീജിയർ, ഇമ്പോർട്ട് പ്രൊസീജിയർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. നമ്മുടെ ടോപ്പിക്കിൽ എല്ലാത്തിൽ നിന്നും ഉണ്ട്, പക്ഷേ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വലിയ സ്ട്രെസ് ഒന്നും കൊടുക്കണ്ട, തല പോയിച്ച് ആലോചിക്കൊന്നും വേണ്ട. ലോജിക്ക് കത്തിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായേ? നമ്മൾ അടുത്ത നമ്മുടെ മെയിൻ ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. നോക്കൂ, ടാക്സബിൾ ഇവൻ്റ്, ബേസിക് കസ്റ്റം ഡ്യൂട്ടി റേറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ പഠിച്ച ഈ ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടെ ഉള്ളൂ, ഒരു സർട്ടൺ സിറ്റുവേഷൻസിൻ്റെ കാര്യങ്ങൾ. അത് നമുക്ക് പഠിക്കാം, അത് അടുത്ത വീഡിയോയിൽ പഠിക്കാം. നമുക്ക് ഈ സാധനങ്ങൾ മൊത്തം ഇന്ന് പഠിച്ചിട്ട് ടെസ്റ്റിൽ കിടക്കുന്ന ഒരു 3-4 ക്വസ്റ്റൻ ഉണ്ട്. ആ 3-4 ക്വസ്റ്റനും കൂടെ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ആദ്യമേ നമുക്ക് ടാക്സബിൾ ഇവൻ്റ് എന്താണെന്ന് പഠിക്കാം. നമുക്കറിയാവുന്ന കാര്യമാണ് ടാക്സബിൾ ഇവൻ്റ്. ഒന്നെന്ന് പറയുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഒന്നെന്ന് പറയുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും. ഒന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഒന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും. ഓക്കെ, നമുക്ക് നോക്കാം. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സബിൾ ഇവൻ്റ് എന്താണ്? വെൻ ഗുഡ്സ് റീച്ചസ് കസ്റ്റം ബാരിയർ ആൻഡ് ബിൽ ഓഫ് എൻട്രി ഓഫ് ഹോം കൺസംഷൻ ഈസ് ഫയൽഡ്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ടാക്സബിൾ ഇവൻ്റ് എന്താണ്? അതായത് ഗുഡ്സ് നമ്മുടെ ബാരിയറിലെ കസ്റ്റം ബാരിയർ, അതായത് 12 നോട്ടിക്കൽ മൈൽസിൽ എത്തിയാൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇമ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടിൻ്റെ സാധനം എത്തി. പക്ഷേ ടാക്സബിൾ ഇവൻ്റ് ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ബിൽ ഓഫ് എൻട്രിയും ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ നോക്കി, നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിളിലാണെങ്കിൽ നമ്മുടെ ഷിപ്പ് നമ്മുടെ 12 നോട്ടിക്കൽ മൈൽസ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബാരിയർ എത്തി, കസ്റ്റം ബാരിയർ കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് നമ്മുടെ കസ്റ്റം ഏരിയയിൽ തന്നെ കിടക്കുകയാണ്. ആരും വന്ന് ബിൽ ഓഫ് എൻട്രി ഒന്നും ഫയൽ ചെയ്യുന്നില്ല. ഇത് എൻ്റെ ഗുഡ്സാണ്, ഇതിൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ ഉണ്ട്, ഞാൻ കസ്റ്റം ഡ്യൂട്ടി അടയ്ക്കാൻ പേ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരും ബിൽ ഓഫ് എൻട്രി ഒന്നും ഫയൽ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആരെയും മേടിക്കും ടാക്സ്? ആരുടെ നിന്ന് മേടിക്കും ഡ്യൂട്ടി? ആരുടെയും നിന്ന് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ടാക്സബിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ കസ്റ്റം ബാരിയർ അത് കടക്കുമ്പോൾ അതിനുശേഷം നമ്മൾ ബിൽ ഓഫ് എൻട്രി കറക്റ്റായിട്ട് ഫയൽ ചെയ്യുമ്പോൾ, ബിൽ ഓഫ് എൻട്രിയും ഫയൽ ചെയ്യുമ്പോൾ.
പ്രശ്നമില്ലടാ. ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ. ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഒരു MCQ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ വെയർ ഹൗസിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ബിൽ ഓഫ് എൻട്രി കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പേരെന്താണ്? ഇൻബോണ്ട് ബിൽ ഓഫ് എൻട്രി. ഇൻബോണ്ട് ബിൽ ഓഫ് എൻട്രി. ഇനി അത് റിലീസ് ചെയ്ത് ഹോം കൺസംഷന് കൊണ്ടുപോകണമെങ്കിൽ അപ്പം നമ്മൾ ഫയൽ ചെയ്യുന്ന ബിൽ ഓഫ് എൻട്രിയുടെ പേരെന്താണ്? എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി. എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി. ഓക്കെ അല്ലേ? പ്രശ്നമില്ല. നമുക്ക് ആദ്യം ഇമ്പോർട്ട് പഠിച്ചിട്ട് പിന്നെ എക്സ്പോർട്ടിലോട്ട് പോകാം. ഓക്കെ, ഇനി അടുത്ത റേറ്റ് ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി. അത് നമ്മൾ എവിടെയൊക്കെ പഠിച്ചായിരുന്നു? കസ്റ്റം ഡ്യൂട്ടിയുടെ ഒരു ബേസിക് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും വരുന്ന ഒരു 10% ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, പക്ഷേ കസ്റ്റം ഡ്യൂട്ടിയുടെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിഞ്ഞൊക്കെ വരാം. നമ്മളിവിടെ കുറേ ഡേറ്റ് പഠിച്ചില്ലേ? അതായത് ആദ്യമേ നമ്മുടെ സാധനം നമ്മുടെ 12 നോട്ടിക്കൽ മൈൽസ് എത്തുന്നു, അതൊരു ഡേറ്റ്. ഓക്കെ, നമ്മൾ ഒരു IGM ഫയൽ ചെയ്യുന്നു, അല്ലെ, ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് ഫയൽ ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ കസ്റ്റം പോർട്ട് നമുക്കൊരു എൻട്രി ഇൻവേർഡ് തരുന്നു. ഓക്കെ, നമ്മുടെ ഇമ്പോർട്ടർ വന്നിട്ടൊരു ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എക്സ്ബോണ്ട് ആണെങ്കിൽ അങ്ങനെ, ഇമ്പോർട്ട് ആണെങ്കിൽ അങ്ങനെ കുറേ ഡേറ്റുകളുണ്ട്. ഇതെല്ലാം നടക്കുന്ന പല ദിവസങ്ങളിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഏത് ഡേറ്റിലുള്ള ബേസിക് കസ്റ്റം ഡ്യൂട്ടി മേടിക്കും? അതായത് ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഓരോ ദിവസവും മാറുകയാണെന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ ഓരോ മാസവും നമ്മുടെ ഗവൺമെൻറ് സർക്കുലർ ഇറക്കിയിട്ട് ഓരോ ദിവസവും നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി മാറുകയാണ്. ആദ്യമേ നമ്മുടെ IGM ഫയൽ ചെയ്തപ്പോൾ 10% ആയിരുന്നു. നമ്മൾ എൻട്രി ഇൻവേർഡ് കൊടുത്തപ്പോൾ 12% ആയിരുന്നു. ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത സമയത്ത് ഒരു 8% ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടി നമ്മൾ ഏത് ദിവസത്തെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി മേടിക്കും? ഏത് ദിവസത്തെ റേറ്റ് അനുസരിച്ച് മേടിക്കും? ഓക്കെ അല്ലേ? അതാണ് നമ്മളിവിടെ റേറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. റേറ്റ് ഓഫ് ഡ്യൂട്ടി ഓൺ ലെസർ ഓഫ് 1 and 2. ഈ താഴെ പറയുന്ന 2 ഡേറ്റിൽ ലേറ്റർ സംഭവിച്ചത് ഏതാണ്? ഞാൻ നേരത്തെ ലെസർ എന്നാണ് പറഞ്ഞത്, സോറി. ലേറ്റർ സംഭവിച്ചത് ഏതാണ്? അതായത് അവസാനം സംഭവിച്ചത് ഏതാണ്, ലാസ്റ്റ് സംഭവിച്ചത് ഏതാണ്, അന്നത്തെ ഡേറ്റ് എടുക്കണം. നമുക്ക് നോക്കാം. ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി, അതായത് നമ്മുടെ ഇമ്പോർട്ടർ വന്നിട്ട് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ്. ഓർ ഡേറ്റ് ഓഫ് എൻട്രി ഇൻവേർഡ് ഓഫ് വെസൽ, എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ വെഹിക്കിൾ. ഏതൊക്കെയാണ് ഡേറ്റ്? ഒന്നെങ്കിൽ നമ്മൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന ഡേറ്റ്, അല്ലെങ്കിൽ എൻട്രി ഇൻവേർഡ് കിട്ടുന്ന ഡേറ്റ്. പ്രശ്നമില്ലല്ലോ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ പറയേണ്ട കാര്യം പോലും ഇല്ല. നമ്മൾ നേരത്തെ പഠിച്ചപ്പം പറഞ്ഞായിരുന്നു, ആദ്യം ഈ ഷിപ്പ് നമ്മുടെ ഇവിടെ വരുമ്പോൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് എന്ത് കൊടുക്കണം? നമ്മുടെ IGM, അല്ലേ, നമ്മുടെ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അവർ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ എൻട്രി ഇൻവേർഡ് കൊടുക്കും. അത് പറഞ്ഞു. അങ്ങനെ എൻട്രി ഇൻവേർഡൊക്കെ കൊടുത്തിട്ട് നമ്മുടെ കസ്റ്റം പോർട്ടിൽ വരുമ്പോഴൊക്കെ ആയിരിക്കും എന്ത് ഫയൽ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് രണ്ടിലും ലേറ്റർ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ അപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? ബിൽ ഓഫ് എൻട്രി തന്നെ ആയിരിക്കും, അല്ലേ? പക്ഷേ ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം നമുക്ക് അർജൻറ്റാണ്, എത്രയും പെട്ടെന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നേരത്തെ കൂട്ടി തന്നെ നമ്മുടെ ഈ ബിൽ ഓഫ് ലൈഡിങ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യും. കാരണം ഇവിടെ വന്ന അന്ന് തന്നെ അവർക്ക് ക്ലിയർ ചെയ്തെടുത്തൂടെ? അതിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യും? ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യും? ഇത് രണ്ടിൽ ഏറ്റവും അവസാനം നടന്നത് ഏതാണെന്ന് നോക്കുമ്പോൾ എന്തായിട്ട് വരും? നമ്മുടെ ഇത് ലാസ്റ്റ് എൻട്രി ഇൻവേർഡ് സംഭവിച്ച ഡേറ്റ് ആയിരിക്കും ലാസ്റ്റ് നടന്നത്. ഓക്കെ അല്ലേ? ഈ പേജ് ഭയങ്കര ശല്യം, ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി സംഭവിക്കുന്ന കാര്യം എന്താണ്? നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ നമ്മൾ USA നിന്നാണ് ഗുഡ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ USAയിൽ യൂസ് ചെയ്യുന്ന കറൻസി ഏതാണ്? ഡോളേഴ്സാണ്, അല്ലേ? ഡോളേഴ്സാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗുഡ്സിൻ്റെ വാല്യൂ, അവിടുത്തെ ചിലവും കാര്യങ്ങളും, ആ ബിൽ ഓഫ് ലാഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും എല്ലാം എന്തിലായിരിക്കും? ഡോളേഴ്സിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ വാല്യൂ ഡോളേഴ്സിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോളേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റുമോ? കസ്റ്റംസ് മേടിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഇന്ത്യൻ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യയിൽ സ്വന്തമായിട്ടൊരു കറൻസി ഉണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ ഡോളേഴ്സിൽ നിന്ന് മേടിക്കുന്നത്? അപ്പോൾ ഈ ഡോളേഴ്സിലുള്ള വാല്യൂവിനെ നമ്മൾ ഇന്ത്യൻ വാല്യൂയിലോട്ട് മാറ്റണ്ടേ? അത് നിങ്ങൾക്കറിയാം. ഓരോ ദിവസം ഡോളറിൻ്റെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം 64 ആണെങ്കിൽ ചിലപ്പോൾ 70 പോവും, ചിലപ്പോൾ 50 പോവും. അങ്ങനെ ഓരോ ദിവസവും എന്ത് ചെയ്യും? ഡോളറിൻ്റെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്കിവിടെ ഡേറ്റ് ഒരുപാടുണ്ട്. വരുന്ന ഡേറ്റ്, നമ്മൾ ഇൻവേർഡ് കൊടുക്കുന്ന ഡേറ്റ്, ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന ഡേറ്റ്, അങ്ങനെ ഒരുപാട് ഡേറ്റുകളുണ്ട്. നമ്മൾ ഇതിൽ ഏത് ഡേറ്റിലുള്ള റേറ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് യൂസ് ചെയ്യും? നമുക്കത് ഇന്ത്യൻ കറൻസിയിലോട്ട് മാറ്റണ്ടേ? ഇപ്പോൾ $1000 1000 ഇൻറ്റു നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ എന്താണോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇന്ത്യൻ കറൻസിയിൽ വാല്യൂ കിട്ടുന്നത്. ആ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു റേറ്റ്, ആ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്നത്തെ കിട്ടണം? അതാണ് നമ്മളിനി പഠിക്കാൻ പോണത്. ഓക്കെ അല്ലേ? നോക്കി, ഫോറെക്സ് റേറ്റ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആണ്, ഞാൻ സിമ്പിളായിട്ട് എഴുതുന്നുള്ളൂ കേട്ടോ. നോക്കി, റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് IC and CBIC ഓർമ്മയുണ്ടോ? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഓൺ ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി. നമ്മൾ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്നത് എന്നാണോ ആ ഡേറ്റിനുള്ള
ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. ആര് പറയുന്നത്? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഓരോ ദിവസവും എന്ത് ചെയ്യും? റേറ്റ് പബ്ലിഷ് ചെയ്യും. റേറ്റ് നമ്മുടെ മുമ്പിലോട്ട് കൊണ്ടുവരും. ഡോളറിൻ്റെ റേറ്റ് എന്താണ്, അതുപോലെ ഓരോ കറൻസിയുടെ റേറ്റ് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ബിൽ ഓഫ് എൻട്രി എന്നാണോ ഫയൽ ചെയ്യുന്നത് ആ ഡേറ്റിനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും ആപ്ലിക്കബിൾ. നമ്മൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുമ്പോൾ ഡോളറിൻ്റെ വില 70 രൂപയാണെങ്കിൽ 70 ഇൻറ്റു നമ്മുടെ ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണോ അതായിരിക്കും നമ്മുടെ അസബിൾ വാല്യൂ. അതിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ പറയുന്ന ഈ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രശ്നമില്ലല്ലോ. ഇവിടെ പറഞ്ഞു ബേസിക് കസ്റ്റം ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ബിൽ ഓഫ് എൻട്രി, അല്ലെങ്കിൽ നമ്മൾ എൻട്രി ഇൻവേർഡ് വിച്ച് എവർ ഈസ് ലേറ്റർ, ഏറ്റവും അവസാനം സംഭവിക്കുന്നതാണോ അന്ന്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2 ഡേറ്റും നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക് കസ്റ്റം ഡ്യൂട്ടി മേടിക്കുന്നത് ബിൽ ഓഫ് എൻട്രി അല്ലെങ്കിൽ എൻ്റെ കൂടെ പറ ബിൽ ഓഫ് എൻട്രി അല്ലെങ്കിൽ എൻട്രി ഇൻവേർഡ് വിച്ച് എവർ ഈസ് ലേറ്റർ. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക് കസ്റ്റം ഡ്യൂട്ടി മേടിക്കുന്നത് എൻട്രി ഇൻവേർഡ് അല്ലെങ്കിൽ ബിൽ ഓഫ് എൻട്രി വിച്ച് എവർ ഈസ് ലേറ്റർ. ആ ഡേറ്റിൻ്റെ ഒരു റേറ്റിനായിരിക്കും നമ്മൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടി മേടിക്കുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിലോ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന ഡേറ്റ് എന്നാണോ അന്ന് CBIC റിലീസ് ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും ആപ്ലിക്കബിൾ. പ്രശ്നമില്ലല്ലോ. ഇത് വെച്ചിട്ടാണ് നമ്മളിനി കണക്ക് മൊത്തം ചെയ്യാൻ പോകുന്നത്. ഇവിടെ റേറ്റും കാര്യങ്ങളൊന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട. നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കും. അതായത് നമ്മൾ ഡേറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റിനുള്ള ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ റേറ്റും തന്നിരിക്കും, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റും തന്നിരിക്കും. അതുപോലെ എൻട്രി ഇൻവേർഡ് നടത്തിയ ഡേറ്റിനുള്ള നമ്മൾ ഈ പറഞ്ഞ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ റേറ്റും ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റും തന്നിരിക്കും. അതുപോലെ വേറെ കുറച്ച് ഡേറ്റും കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ IGM ഫയൽ ചെയ്തപ്പോൾ ഉള്ള ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ റേറ്റും ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റും ഒക്കെ തന്നിരിക്കും. എന്നിട്ട് പറയും നമ്മളോട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഏത് റേറ്റിന് എടുക്കണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ നോക്കണം, ഈ 2 ഡേറ്റ് നോക്കുക, ആ 2 ഡേറ്റിൽ ഏറ്റവും അവസാനം സംഭവിച്ച ഏതാണെന്ന് നോക്കുക, ആ ഡേറ്റിനുള്ള ബേസിക് കസ്റ്റം ഡ്യൂട്ടി എടുക്കുക. അതുപോലെ ബിൽ ഓഫ് എൻട്രി നമ്മൾ എന്താണോ കൊടുക്കുന്നത് അന്നുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റും എടുക്കുക. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കണക്കുകൾ മൊത്തം. ഓക്കെ അല്ലേ? ഇനി അടുത്ത എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള ടാക്സബിൾ ഇവൻറ്റ് എന്താണെന്ന് അറിയാമോ? അതായത് നമ്മൾ കുറേ ഗുഡ്സ്, നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഗുഡ്സ് കൊണ്ട് കസ്റ്റം പോർട്ടിൽ കൊടുക്കുകയാണ്. കസ്റ്റം കോഡിൽ കൊടുത്തിട്ട് പറയുകയാണ് ഈ ഗുഡ്സ് ഞങ്ങൾക്ക് അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യണം, ഈ ഗുഡ്സ് നമ്മൾ അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തിട്ട് അവരത് സ്വീകരിക്കണം അല്ലേ? നമ്മുടെ പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യണം? ഓക്കെ, ഞാൻ സമ്മതിച്ചു, പെർമിറ്റ് ചെയ്തു, നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കഞ്ചാവാണെങ്കിലോ, നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ച അന്ന് മുതൽ അപ്പോൾ അത് ടാക്സബിൾ ഇവൻ്റ് ആകുമോ? ഇല്ല. നമ്മൾ ആ സാധനം കൊണ്ടുവന്ന് നമ്മുടെ പോർട്ടിൽ കൊണ്ടുപോകുമ്പോൾ പോർട്ടിലുള്ളവർ നോക്കും ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഗുഡ്സ് ആണോ, നമ്മുടെ നോംസും കാര്യങ്ങളൊക്കെ പ്രകാരം ഇത് ലീഗലാണോ എന്നൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മുടെ പ്രോപ്പർ ഓഫീസറെ നമുക്ക് പെർമിറ്റ് ചെയ്യും അല്ലേ? പെർമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു എൻട്രി ഔട്ട്വേർഡ് തരും. അപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ എൻട്രി ഇൻവേർഡ് തന്നെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് പുറത്തോട്ട് പോകാൻ എന്ത് തരും? എൻട്രി ഔട്ട്വേർഡ് തരും. അതാണ് ടാക്സബിൾ ഇവൻ്റ്. ടാക്സബിൾ ഇവൻ്റ്. നോക്കിയിടാ, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഗുഡ്സ് കൊണ്ട് കസ്റ്റം പോർട്ടിൽ കൊണ്ടു കൊടുക്കും. അപ്പോൾ നമ്മുടെ പ്രോപ്പർ ഓഫീസർ അത് നോക്കിയിട്ട് പെർമിറ്റ് ചെയ്യുന്ന ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യും അല്ലേ? അതായത് എൻട്രി ഔട്ട്വേർഡ് ഇഷ്യൂ ചെയ്യും. അതാണ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സബിൾ ഇവൻ്റ് അല്ലേ? അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കി, വെൻ പ്രോപ്പർ ഓഫീസർ മേക്സ് പെർമിറ്റിംഗ് ക്ലിയറൻസ്, അതായത് അത് പൊക്കോളാൻ നമുക്ക് പെർമിറ്റ് ചെയ്തു, അതായത് എൻട്രി ഔട്ട്വേർഡ് ഈസ് ഗ്രാൻഡഡ് ആൻഡ് ഗുഡ്സ് ആർ ലോഡഡ്, എന്നിട്ട് നമ്മുടെ ഗുഡ്സ് എന്ത് ചെയ്യും? ലോഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മുടെ എന്ത് തുടങ്ങും? എക്സ്പോർട്ട് തുടങ്ങും. അതാണ് എക്സ്പോർട്ടിൻ്റെ ടാക്സബിൾ ഇവൻ്റ്. ഓക്കെ അല്ലേ? റേറ്റ് എന്തായിരിക്കും? ഇവിടുത്തെ റേറ്റിനൊന്നും വേറെ കൺഫ്യൂഷനൊന്നുമില്ല, സിമ്പിളാണ്. റേറ്റ് ഓഫ് ഡ്യൂട്ടി ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് എൻട്രി ഔട്ട്വേർഡ് ഈസ് ഗ്രാൻഡഡ്. ഇവിടെ ഒരു ഡേറ്റേ ഉള്ളൂ, എൻട്രി ഔട്ട്വേർഡ് തരുന്ന ഡേറ്റ്. ആ ഡേറ്റിൻ്റെ എത്രയാണോ ബേസിക് കസ്റ്റം ഡ്യൂട്ടി അതായിരിക്കും എന്തെന്ന് പറയുന്നത് ബേസിക് കസ്റ്റം ഡ്യൂട്ടി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് CBIC ഓൺ ദ ഡേറ്റ് ഓഫ് പെർമിറ്റിംഗ് ഓഫ് ഷിപ്പിംഗ് ബിൽ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട്. അതായത് നമ്മുടെ ഷിപ്പിംഗ് ബില്ല് പെർമിറ്റ് ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട് പെർമിറ്റ് ചെയ്യുന്ന ഡേറ്റ്. അതായത് ഈ രണ്ട് ബില്ലിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് എന്താ പറയുക? അതായത് നമ്മൾ ഷിപ്പിലോ എയർക്രാഫ്റ്റിലോ ആണെങ്കിൽ അവിടെ ഷിപ്പിംഗ് ബില്ലും, അതുപോലെ നമ്മൾ വെഹിക്കിളിലാണ് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ പേര് ബിൽ ഓഫ് എക്സ്പോർട്ട് എന്നുമായിരിക്കും. അതായത് നമ്മുടെ വെള്ളത്തിൽ കൂടെയോ എയറിലൂടെയാണ് പോകണമെങ്കിൽ അവിടെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ബില്ലിൻ്റെ പേര് ഷിപ്പിംഗ് ബില്ലെന്നും, അതുപോലെ നമ്മുടെ ലാൻഡിലൂടെയാണ് പോകണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ബില്ലിൻ്റെ പേര് എന്താണ്? ബിൽ ഓഫ് എക്സ്പോർട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഷിപ്പിംഗ് ബിൽ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട് എന്നാണോ റേസ് ചെയ്യുന്നത് ആ ഡേറ്റിനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും ആപ്ലിക്കബിൾ. പ്രശ്നമില്ലല്ലോ, സിമ്പിൾ കാര്യമല്ലേ? അപ്പോൾ ഇനൊന്നും നോക്കണ്ട, ഒന്ന് നോക്കാണ്ട് പറഞ്ഞേ. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തെ ടാക്സബിൾ ഇവൻ്റ് എന്താണ്? ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തെ ടാക്സബിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ 12 നോട്ടിക്കൽ മൈൽസ് കടക്കുകയും നമ്മൾ അതിനൊരു അവകാശം ഉന്നയിച്ചുകൊണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നതും ഒരു സമയമില്ലേ, അന്നാണ് അത് എന്തായിട്ട് മാറുന്നത്? സത്യത്തിലെ ടാക്സബിൾ ഇവൻ്റ് ആയിട്ട് മാറുന്നത്. 12 നോട്ടിക്കൽ മൈൽസ് കഴിഞ്ഞു, ആരും ക്ലെയിം ചെയ്തില്ല, അതായത് ബിൽ ഓഫ് എൻട്രി ആരും ഫയൽ ചെയ്തില്ലെങ്കിൽ അത് എന്തല്ല? എക്സ്പോർട്ട് അല്ല.
സോറിയുടെ അത് ഇമ്പോർട്ടല്ല. അപ്പോൾ നമ്മുടെ 12 നോട്ടിക്കൽ മൈൽസ് കിടക്കുകയും വേണം, നമ്മൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുകയും വേണം. ഓക്കെ, അതാണ് നമ്മുടെ ടാക്സബിൾ ഇവൻറ്റ്. ഓക്കെ, അങ്ങനെ ടാക്സബിൾ ഇവൻറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഈടാക്കണം. ബേസിക് കസ്റ്റം ഡ്യൂട്ടി വാങ്ങിക്കണ്ടേ? ഏത് റേറ്റിനുള്ള ബേസിക് കസ്റ്റം ഡ്യൂട്ടി മേടിക്കും? ഒന്നെന്ന് പറയുന്നത് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന ഡേറ്റ്, അല്ലെങ്കിൽ ബിൽ ഓഫ് എൻട്രി ബിൽ ഓഫ് ഇൻവേർഡ് കിട്ടിയ ഡേറ്റ്. ഇന്ത്യയിലോട്ട് വന്നോളാൻ വേണ്ടിയിട്ട് IGM ഫയൽ ചെയ്തപ്പോൾ നമുക്ക് ബിൽ ഓഫ് ഇൻവേർഡ് തരത്തില്ലേ, ആ ഡേറ്റ് വിച്ച് എവർ ഈസ് ലേറ്റർ. അത് മോസ്റ്റ് ഓഫ് ദ കേസിൽ എന്ത് തന്നെ ആയിരിക്കും? ബിൽ ഓഫ് എൻട്രി തന്നെ ആയിരിക്കും. പക്ഷേ ബിൽ ഓഫ് എൻട്രി നമ്മൾ അഡ്വാൻസ് ആയിട്ട് നേരത്തെ കൂട്ടി ഫയൽ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിട്ട് വരും? നമ്മുടെ എൻട്രി ഇൻവേർഡ് ആയിട്ട് വരും. ഓക്കെ അല്ലേ? ഇനി ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിലോ? ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽ ഓഫ് എൻട്രി എന്നാണോ ഫയൽ ചെയ്യുന്നത് ആ ഡേറ്റിനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, ഇനി എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സ് നമ്മുടെ കസ്റ്റം പോർട്ടിലെത്തി, പ്രോപ്പർ ഓഫീസർ ചെക്ക് ചെയ്തു, അയാൾ ഓർഡർ പെർമിറ്റ് ചെയ്തു, ക്ലിയറൻസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് തരും? എൻട്രി ഔട്ട്വേർഡ് തരും. എൻട്രി ഔട്ട്വേർഡ് ഗ്രാൻഡ് ചെയ്തു. നമ്മൾ നേരത്തെ ഇങ്ങോട്ട് കിട്ടുമ്പോൾ എൻട്രി ഇൻവേർഡ്, ഇനി പുറത്തോട്ട് പോകുമ്പോൾ എൻട്രി ഔട്ട്വേർഡ് ഗ്രാൻഡ് ചെയ്തു. ഓക്കെ, അതാണ് ടാക്സബിൾ ഇവൻറ്റ്. എന്നിട്ട് നമ്മൾ ഷിപ്പിലേക്ക് ലോഡ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റേറ്റ് ഇവിടെ ആകെ ഒരു ഡേറ്റേ ഉള്ളൂ. എന്ത്? എൻട്രി ഔട്ട്വേർഡിൻ്റെ അല്ലേ? അങ്ങനെ എൻട്രി ഔട്ട്വേർഡ് ഗ്രാൻഡ് ചെയ്ത ഡേറ്റ് എന്നാണോ അന്നായിരിക്കും ആ ഡേറ്റിലുള്ള ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഈടാക്കും. ഇനി നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിലോ? ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ ഷിപ്പിംഗ് ബിൽ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ് അല്ലേ? ഷിപ്പിംഗ് ബില്ലെന്ന് പറഞ്ഞാൽ വെഹിക്കിളിലോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിലോ പോകുമ്പോൾ ഷിപ്പിംഗ് ബില്ല്, അല്ല നമ്മൾ ലാൻഡിലൂടെയാണ് കൊണ്ടുപോകണമെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട്. പ്രശ്നമില്ലല്ലോടാ, സിമ്പിൾ കാര്യമില്ലേ? അതായത് ബിൽ ഓഫ് ലേഡിങ്ങിന് പകരം ഇവിടെ ഷിപ്പിംഗ് ബിൽ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട്, അത്രേ ഉള്ളൂ. ഇനി ഞാനിവിടെ ഒരു നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. ആ നോട്ട് എന്താണെന്ന് നോക്കിയേ, കാണാൻ പറ്റത്തില്ലേ? ഓക്കെ, നോട്ട് എന്താണെന്ന് നോക്കിയേ. നോട്ട്: അൺലോഡിംഗ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് അറ്റ് കസ്റ്റം പോർട്ട്, ഡേറ്റ് ഓഫ് എൻട്രി ഇൻ TWI, എന്ത് TWI? ടെറിട്ടോറിയൽ വാട്ടർ ഓഫ് ഇന്ത്യ. ഓക്കെ, ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ടെറിട്ടോറിയൽ വാട്ടർ ഓഫ് ഇന്ത്യ ആൻഡ് ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി ആർ നോട്ട് ടാക്സബിൾ ഇവൻറ്റ്സ്. നോക്കിയിട്ട് ടാക്സബിൾ ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗുഡ്സ് കൊണ്ടുവന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക്, നമ്മുടെ പോർട്ടിലേക്ക് അൺലോഡ് ചെയ്യുന്ന ദിവസം, അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. ആ ഡേറ്റ് എന്തല്ല? ടാക്സബിൾ ഇവൻ്റ് അല്ല. ടാക്സബിൾ ഇവൻ്റ് അല്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കി, ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ടെറിട്ടോറിയൽ വാട്ടർ, നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടറിൽ കൊണ്ടുവരുന്ന ഡേറ്റ്, അതായത് നമ്മുടെ 12 നോട്ടിക്കൽ മൈൽസ് കടക്കുന്ന റേറ്റ്, അതും എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്തിരിക്കും. പക്ഷേ അത് നമ്മുടെ എന്തല്ല? ടാക്സബിൾ ഇവൻ്റ് അല്ല. അടുത്ത് നോക്കി, ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി ആർ നോട്ട് ടാക്സബിൾ ഇവൻ്റ്. ഇനി നമ്മുടെ ബിൽ ഓഫ് എൻട്രി പ്രസൻറ്റ് ചെയ്യുന്ന ഡേറ്റ് ടാക്സബിൾ ഇവൻ്റ് ആയിട്ടൊക്കെ വരുമെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ബിൽ ഓഫ് എൻട്രി മാത്രം പോരാ, ബിൽ ഓഫ് എൻട്രിയോടൊപ്പം എന്തും വേണം? 12 നോട്ടിക്കൽ മൈൽസ് കടന്നിരിക്കുകയും വേണം. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. സിമ്പിളായിട്ടുള്ള കാര്യം, ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യം ഒന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നോട്ടായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ലേ വെയർ ഹൗസിൽ വെക്കുമെന്ന്, ആ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് വെയർ ഹൗസിൽ വെക്കും. നമ്മുടെ സാധനം വന്ന ഉടനെ എവിടെ വരും? കസ്റ്റം ഏരിയയിൽ വരും. കസ്റ്റം ഏരിയയിൽ കസ്റ്റോഡിയൻ കാണും. കസ്റ്റോഡിയൻ്റെ അണ്ടറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഗുഡ്സ് കാണുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റം പോർട്ടിൽ ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് ചെയ്ത് അത് പേ ചെയ്ത് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പോൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കസ്റ്റോഡിയനെ കാണിക്കുമ്പോൾ കസ്റ്റോഡിയൻ നമുക്ക് ഇത് ചെയ്യും, ഹോം കൺസംഷന് വേണ്ടിയിട്ട് അത് റിലീസ് ചെയ്യും. ഇനി അല്ല, വെയർ ഹൗസിൽ വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ഫയൽ ചെയ്യണം? ഒരു ഇൻ ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യണം. എന്നിട്ട് അവിടുന്ന് ഹോം കൺസംഷന് കൊണ്ടുപോകണമെങ്കിൽ എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യണം. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കി, ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി. നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി ചാർജ് ചെയ്യുന്ന എന്താണ്? റേറ്റ് ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്രസൻറ്റേഷൻ ഓഫ് എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ. അതായത് വെയർ ഹൗസിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് എടുക്കത്തില്ലേ, എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്തില്ലേ, ആ ദിവസത്തെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈടാക്കുന്നത്. പ്രശ്നമില്ലല്ലോ, സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? ഓക്കെ, ഇനി വെഹിക്കിളിലൂടെ ആണെങ്കിലോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആ രണ്ട് കാര്യങ്ങൾ, ഷിപ്പിലൂടെയും എയർക്രാഫ്റ്റിലൂടെയും വരുന്നെങ്കിൽ ഈ പറയുന്ന പ്രൊസീജിയർ. ഇനി റോഡിലൂടെയാണ് പോകണമെങ്കിൽ നമ്മൾ പറഞ്ഞു, റോഡിലൂടെ പോകണമെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ടാണ് കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നോക്കി, ഇഫ് ബിൽ ഓഫ് എൻട്രി ഹാസ് ബീൻ പ്രസൻറ്റഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് അറൈവൽ ഓഫ് വെഹിക്കിൾ ബൈ വിച്ച് ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ്, ബിൽ ഓഫ് എൻട്രി ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ പ്രസൻറ്റഡ് ഓൺ ദ ഡേറ്റ് ഓഫ് സച്ച് അറൈവൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേടാ, നമുക്ക് അഡ്വാൻസ് ആയിട്ട് എന്ത് കൊടുക്കാൻ പറ്റും? ബിൽ ഓഫ് എൻട്രി കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് ക്ലിയറൻസ് ചെയ്യണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ വെഹിക്കിളിലാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, വെഹിക്കിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് ബിൽ ഓഫ് എൻട്രി കൊടുത്താലും നമ്മുടെ ഗുഡ്സ് എന്നാണോ ഇവിടെ അറൈവ് ചെയ്യുന്നത്, ഗുഡ്സ് എന്നാണോ ഇവിടെ എത്തുന്നത്, ആ ഡേറ്റ് ആയിരിക്കും ഡീം ടു ബി ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത ഡേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. നോക്കി, ഇഫ് ബിൽ ഓഫ് എൻട്രി ഹാസ് ബീൻ പ്രസൻറ്റഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് അറൈവൽ, ഗുഡ്സ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബിൽ ഓഫ് എൻട്രി ഷാൾ ബി ഡീംഡ് ടു ഹാവ് ബീൻ പ്രസൻറ്റഡ്. അതായത് നമ്മുടെ ബിൽ ഓഫ് എൻട്രി
ഡേറ്റ് ഓഫ് സച്ച് അറൈവൽ, അന്ന് ഗുഡ്സ് എന്നാണോ വന്നത് അന്ന് സബ്മിറ്റ് ചെയ്തതുപോലെ, അന്ന് പ്രസൻറ്റ് ചെയ്തതുപോലെ കണക്കാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? പ്രശ്നമല്ലോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നിങ്ങൾ ലോജിക്ക് ആലോചിച്ച് കുഴപ്പിക്കൊന്നും വേണ്ട. കാരണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഒന്നും കൂടെ പറഞ്ഞേ, അതായത് നമ്മൾ വെഹിക്കിളിലൂടെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അഡ്വാൻസ് ആയിട്ട് ബിൽ ഓഫ് എൻട്രി എന്ത് ചെയ്തു, പ്രസൻറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പോലും എന്നാണോ ഗുഡ്സ് നമ്മുടെ പോർട്ടിൽ വരുന്നത് ആ ദിവസം എന്ത് ചെയ്യത്തുള്ളൂ, ബിൽ ഓഫ് എൻട്രി കിട്ടിയതായിട്ട് കണക്കാക്കത്തുള്ളൂ. അത്രേ പറഞ്ഞോളൂ. ഇത്രയും കാര്യം ഓർത്ത് വയ്ക്കാമല്ലേ. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ടേബിളിൽ കിടക്കുന്ന സാധനമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ആ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യാം. An importer imported some goods for subsequent sale in India at $10,000. ഒരു ഇമ്പോർട്ടർ പുറത്തുനിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തു. $10,000 ആണ് അതിൻ്റെ വില. ഇന്ത്യയിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 10,000 ഓൺ അസബിൾ വാല്യൂ ബേസിസ്. ഓക്കെ, റെലവൻറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഓൺ റേറ്റ് ഓഫ് ഡ്യൂട്ടി ആർ ആസ് ഫോളോസ്. കുറേ എക്സ്ചേഞ്ച് റേറ്റും റേറ്റ് ഓഫ് ഡ്യൂട്ടിയും താഴെ അവർ തന്നിട്ടുണ്ട്. ഓക്കെ, പ്രശ്നമില്ല, നമുക്ക് നോക്കാം. ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി, നമ്മുടെ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്നാണ് 25 ഫെബ്രുവരി 2018. ഓക്കെ, അന്നത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ 58 രൂപ പെർ ഡോളർ ആയിരിക്കും. അന്നത്തെ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ റേറ്റ് 10%. ഓക്കെ അല്ലേ? ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഡേറ്റ് ഓഫ് എൻട്രി ഇൻവേർഡ് ഗ്രാൻഡഡ് ടു ദ വെഹിക്കിൾ 5 മാർച്ച് 2018. അന്ന് 58.75 രൂപയും 12% ആണ് എന്തെന്ന് പറയുന്ന ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് അസസിബിൾ വാല്യൂ ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ഇൻ ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ റുപ്പിയിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യം ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സബിൾ ഇവൻ്റ് എന്താണ്? നമ്മുടെ ബാരിയർ കടക്കുന്നു, ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നു, ആ ഡേറ്റ്. ഓക്കെ, ഇനി റേറ്റ് ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി നമ്മൾ എന്തെടുക്കണം? റേറ്റ് ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ലേറ്റർ ഓഫ്. ഈ താഴെ പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും അവസാനം നടന്ന ഏതാണ്? അവസാനം നടന്ന എന്തിൻ്റെയൊക്കെ? ഒന്ന് നമ്മുടെ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന ഡേറ്റ്, രണ്ടെന്ന് പറയുന്നത് എൻട്രി ഇൻവേർഡ് കിട്ടുന്ന ഡേറ്റ്. ഇവിടെ നോക്കിയേ, ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നത് 25 ഫെബ്രുവരി, എൻട്രി ഇൻവേർഡ് കിട്ടുന്നത് 5 മാർച്ച്. ഏറ്റവും അവസാനം നടക്കുന്ന എന്താണ്? 5 മാർച്ച്. അപ്പോൾ 5 മാർച്ചിനുള്ള ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ റേറ്റ് ആയിട്ടുള്ള 12 വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ അല്ലേ? എടാ, ഈ രണ്ട് ഡേറ്റ് നോക്കുക. അവസാനം നടന്ന ഏതാണ്? 5 മാർച്ച്. അപ്പോൾ അന്നത്തെ റേറ്റ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി എടുത്തു. ഓക്കെ, ഇനി ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ബിൽ ഓഫ് എൻട്രി എന്താണോ റേസ് ചെയ്യുന്നത്, ബിൽ ഓഫ് എൻട്രി എന്താണോ ഫയൽ ചെയ്യുന്നത്, ആ ഡേറ്റ്. ഇവിടെ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്തത് 25 ഫെബ്രുവരി. അന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 10%. അന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ $58 $58 ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ 10% അറിയാതെ ഇട്ടു പോയതാണ്, സോറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കണം. ആദ്യമേ നമ്മൾ എഴുതണം ആസ് പെർ നമ്മുടെ റൂള്, റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് കസ്റ്റംസ് ആക്ടിൻ്റെ റെലവൻറ്റ് പ്രൊവിഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഏത് റേറ്റിന് വേണം എടുക്കാൻ? ബേസിക് കസ്റ്റം ഡ്യൂട്ടി എടുക്കുന്നത് ദ റേറ്റ് ഓഫ് ഡ്യൂട്ടി ഓൺ ദ ഡേറ്റ് വിച്ച് എവർ ഈസ് ഹാപ്പൻഡ് ലേറ്റർ. ഈ താഴെ പറയുന്ന രണ്ട് ഡേറ്റിൽ വിച്ച് എവർ ഈസ് ഹാപ്പൻഡ് ലേറ്റർ, ഏറ്റവും അവസാനം നടന്ന ഏതാണ് അത്? ഏതൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞ ഡേറ്റ് ഓഫ് സബ്മിഷൻ, അത് 25 ഫെബ്രുവരി 2018 ആണ്. അതുപോലെ ഡേറ്റ് ഓഫ് ഗ്രാൻഡിങ് എൻട്രി ഓഫ് ഇൻവേർഡ്, അത് കിട്ടിയത് നമുക്ക് 5 മാർച്ച് 2018 ആണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ലേറ്ററായിട്ട് നടന്ന 5 മാർച്ച് ആണെന്നും ആ 5 മാർച്ചിൻ്റെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി 12% ആണെന്ന് ക്ലിയർ ആയിട്ട് എഴുതണം. എടാ, നമ്മൾ എപ്പോഴും എക്സാമിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേപ്പർ നോക്കുന്ന ആൾക്ക് ഒന്നും അറിഞ്ഞൂടാ. അത് ആദ്യമായിട്ട് ഈ പേപ്പർ ഒരു കഥ പോലെ വായിക്കുന്ന ആൾക്ക് നമുക്ക് കഥ പോലെ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതാണ് നമ്മുടെ കഴിവ് അല്ലേ? അങ്ങനെ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞു കൊടുത്തു. ഇവിടെ 12% ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? സിൻസ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി ഈസ് 25 ഫെബ്രുവരി 2018. അങ്ങനെയാണെങ്കിൽ ആ ദിവസത്തെ CBIC ഡിക്ലെയർ ചെയ്യുന്ന ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ടുള്ള 58 രൂപയായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ അല്ലേ? 10,000 രൂപയാണ് നമ്മുടെ വില. അപ്പോൾ 10,000 × 58 എന്ന് പറഞ്ഞാൽ നമുക്ക് 5,80,000 5,80,000 റുപ്പീസ് കിട്ടും. ഓക്കെ, ആ 5,80,000 റുപ്പീസിൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടി എത്ര പെർസെൻറ്റേജിൽ എടുക്കും? 12% എടുക്കും. ഓക്കെ, എടുത്തു. ബേസിക് കസ്റ്റം ഡ്യൂട്ടി എടുത്താൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ ലൈൻ ആരാ? സോഷ്യൽ വെൽഫെയർ സർചാർജ്. എത്ര പെർസെൻറ്റേജ്? 10% സോഷ്യൽ വെൽഫെയർ സർചാർജും എടുത്തു. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇവിടെ വരെ മതി. ഇനി ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു 18% IGST കൂടെ അവർ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എടുക്കാതിരിക്കാം, നമ്മുടെ ഇഷ്ടം. എടുത്തില്ലെങ്കിൽ പറയണം ഇവിടെ IGST ഞങ്ങൾ എടുക്കുന്നില്ല, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് IGST ഇവിടെ ആപ്ലിക്കബിൾ അല്ല എന്ന് ചുമ്മാ ഒന്ന് എഴുതി വെച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എഴുതാം IGST എടുക്കുകയാണ് 18% ആണെന്ന്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? 18% എപ്പോഴും കോമൺ ആയിട്ട് കൊടുക്കുന്ന IGST ആയതുകൊണ്ടാണ് 18% എടുത്തത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. IGST വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ എടുക്കണം. വേണമെങ്കിൽ നമുക്ക് അസംപ്ഷൻ എഴുതാം. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് സിൻസ് ദ റേറ്റ് ഓഫ് IGST ഈസ് നോട്ട് ഗിവൺ, IGST ഈസ് നോട്ട് ആപ്ലിക്കബിൾ, അല്ലെങ്കിൽ ഹെൻസ് നോട്ട് കാൽക്കുലേറ്റഡ് എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ എഴുതാം IGST ഈസ് അസ്യൂംഡ് ടു ബി ആസ് 18% എന്ന് പറഞ്ഞിട്ട് നമുക്ക് IGST ഒരു 18% കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. IGST കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തിൻ്റെ ബേസിലാണെന്നൊക്കെ ഓർമ്മയുണ്ടോ? അസസബിൾ വാല്യൂ, ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് പ്ലസ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി പ്ലസ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. ഇവിടെ ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയും സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ അത് മൂന്നും കാൽക്കുലേറ്റ് ചെയ്തു 80% എടുത്തു.
ഇത്രയേ ഉള്ളൂ. ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി ഇൻക്ലൂഡിങ് IGST ഇതെല്ലാം കൂടെ കൂട്ടുന്ന വാല്യൂ. പരിപാടി കഴിഞ്ഞില്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, മൂന്നാമത്. അത് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യനാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഞാനത് ആദ്യമേ ഒന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തെല്ലാം ചെയ്തതാണ്, പക്ഷേ റെക്കോർഡിംഗ് ഓണാക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ റെക്കോർഡ് ചെയ്യാം. അതവിടെ വരച്ചൊക്കെ ഇട്ടേക്കുന്നത്. നോക്കാം. ആൻ ഇമ്പോർട്ടർ ഇമ്പോർട്ട്സ് സം ഗുഡ്സ്. ഒരു ഇമ്പോർട്ടർ കുറച്ച് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ. എൻട്രി ഇൻവേർഡ് ഗ്രാൻഡഡ് ടു ദ വെഹിക്കിൾ 7th February. 7th February നമുക്ക് എൻട്രി ഇൻവേർഡ് കിട്ടി. ഓക്കെ. ആൻഡ് ദ ഗുഡ്സ് വെയർ ക്ലിയർഡ് ഫ്രം ചെന്നൈ പോർട്ട് ഫോർ വെയർ ഹൗസിംഗ് ഈസ് 8th February. നമ്മൾ 8th February ഗുഡ്സ് ക്ലിയർ ചെയ്ത് ചെന്നൈ പോർട്ടിലേക്ക് കൊണ്ടുപോയത്. ഓക്കെ. ബിൽ ഓഫ് എൻട്രി വാസ് ഗ്രാൻഡഡ് ഓൺ 1st February ഫോർ വെയർ ഹൗസിംഗ്. ബിൽ ഓഫ് എൻട്രി ഗ്രാൻഡ് ചെയ്യുന്നതാണ് 1st February. ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നത് 1st February. എന്തിനു വേണ്ടിയിട്ട്? വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫയൽ ചെയ്യുന്ന ബിൽ ഓഫ് എൻട്രിക്ക് ഒരു പേരുണ്ട്. എന്ത്? ഇൻ ബോണ്ട് ബിൽ ഓഫ് എൻട്രി. ഓക്കെ. അസബിൾ വാല്യൂ നേരത്തെ പോലെ തന്നെ എത്ര? $10,000 ആണ്. അസ്യൂം ദാറ്റ് നോ അഡീഷണൽ ഡ്യൂട്ടീസ്. വേറൊരു അഡീഷണൽ ഡ്യൂട്ടി ഇല്ല. ദ ഗുഡ്സ് വെയർ ഹൗസ്ഡ് അറ്റ് ചെന്നൈ ആൻഡ് വെയർ ക്ലിയർഡ് ഫ്രം ചെന്നൈ വെയർ ഹൗസ് ഓൺ 4th March. 4th March നമ്മൾ ചെന്നൈ വെയർ ഹൗസിൽ നിന്ന് അത് ക്ലിയർ ചെയ്തു. അന്ന് ഫയൽ ചെയ്യുന്ന ബിൽ ഓഫ് എൻട്രിയുടെ പേര് എന്തായിരിക്കും? എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി. ഓക്കെ അല്ലേ? വാട്ട് ഈസ് ദ ഡ്യൂട്ടി പേയബിൾ? നമ്മുടെ ഡ്യൂട്ടി പേയബിളും വൈൽ റിമൂവിങ് ഗുഡ്സ് ഫ്രം ചെന്നൈ വെയർ ഹൗസ് ഓൺ 4th March. 4th March നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ നിന്ന് അത് ക്ലിയർ ചെയ്യുമ്പോൾ ഉള്ള ഡ്യൂട്ടി. ഓക്കെ, പ്രശ്നമില്ല. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്ചേഞ്ച് റേറ്റും റേറ്റ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടിയും താഴെ തന്നിട്ടുണ്ട് കുറച്ചൊക്കെ. ഓക്കെ. ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി ഫോർ വെയർ ഹൗസ്. അതായത് വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ബിൽ ഓഫ് എൻട്രി? ഇൻ ബോണ്ട് ബിൽ ഓഫ് എൻട്രി. അത് 1st February ആണ്. 55 രൂപ 10%. ഓക്കെ. അടുത്ത ഇൻവേർഡ്, നമ്മുടെ എൻട്രി ഇൻവേർഡ് ഗ്രാൻഡ് ചെയ്ത ദിവസം 7th February ആണ്. 59 രൂപ 15%. ഓക്കെ. ഇനിയാണെങ്കിലോ ഡേറ്റ് ഓഫ് ക്ലിയറൻസ് ഓഫ് ഗുഡ്സ് ഫ്രം വെയർ ഹൗസ്, അതായത് എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത ഡേറ്റ് 4th February. 60 രൂപ. എത്ര? 12%. ഓക്കെ അല്ലേ? ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, നമ്മൾ നേരത്തെ പഠിച്ച കാര്യം. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ? താണ്ട വെയർ ഹൗസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ ഓഫ് എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി. എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി പ്രസൻറ്റ് ചെയ്യുന്ന ഡേറ്റ്. ഇവിടെ എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി പ്രസൻറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്താണ്? നോക്കി. എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലിയറൻസിന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ്. അതായത് 4th March. 4th Marchലെ റേറ്റ് എന്താണ്? 12%. അപ്പോൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടി എത്ര പെർസെൻറ്റേജ് കൊടുക്കും? 12%. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം, ഏത് സാധനം? നമ്മുടെ റേറ്റ് എത്ര പെർസെൻറ്റേജിലാണ്? എത്ര റേറ്റിലാണ്? അതായത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. അതെവിടെയും പറഞ്ഞില്ലല്ലോ. ഒന്ന് ഓർത്ത് നോക്കി. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കും. ആ ടേബിളിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ്. ഇവിടെ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് ഏതാണ്? 1st February അല്ലേ? 1st February റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 55 രൂപയല്ലേ? അപ്പോൾ ഇവിടെ എടുക്കുന്ന റേറ്റ് എന്തായിരിക്കും? 55 രൂപ. 55 രൂപ per dollar. അത്രയേ ഉള്ളൂ. ഇതേ ഉള്ളൂ ഇവിടുത്തെ കാര്യം. അപ്പോൾ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യമേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം എഴുതി വെക്കുക. അതായത് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് വെയർ ഹൗസിൽ കൊണ്ടുപോകാനായാലും അല്ല ഹോം ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പം തന്നെ എടുക്കുകയാണെങ്കിലും ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ബിൽ ഓഫ് എൻട്രി ആയിരിക്കും. അതായത് ഇവിടുത്തെ 1st February ആയിരിക്കും. അതുകൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് 55 രൂപ ആയിരിക്കും. ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതുക. ഓക്കെ. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം, ബേസിക് കസ്റ്റം ഡ്യൂട്ടി. ഓക്കെ. നമ്മൾ ഗുഡ്സ് വെയർ ഹൗസിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് റേറ്റ് എന്നത്തെ ഡേറ്റിലുള്ളത്? നമ്മുടെ ബിൽ ഓഫ് എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന ഡേറ്റ്. എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന റേറ്റ്, അതായത് ഹോം ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ വെയർ ഹൗസിൽ നിന്ന് റിലീസ് ചെയ്തുകൊണ്ട് പോകേണ്ട റേറ്റിനുള്ള ബേസിക് കസ്റ്റം ഡ്യൂട്ടി ആയിരിക്കും നമ്മൾ എടുക്കേണ്ടതെന്ന് ആദ്യമേ ക്ലിയർ ആയിട്ട് എഴുതുക. ഓക്കെ. ഇവിടുത്തെ അസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ 10,000 × 55. 55 എങ്ങനെ വന്ന് കണ്ടുപിടിച്ച് അത് നമ്മൾ എഴുതി. ഓക്കെ. ബേസിക് കസ്റ്റം ഡ്യൂട്ടി എത്ര പെർസെൻറ്റേജ്? 12%. അതും എഴുതി. ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് തന്നെ വരും? നമ്മുടെ സോഷ്യൽ വെൽഫെയർ സർചാർജ് ഒരു 10% അത് നമ്മൾ എഴുതി. ഓക്കെ. ഇനി ഇവിടെ IGST എഴുതിയിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് എഴുതാം. എന്തെഴുതാം? സിൻസ് പെർസെൻറ്റേജ് ഓഫ് IGST ഈസ് നോട്ട് ഗിവൺ, IGST ഈസ് നോട്ട് കാൽക്കുലേറ്റഡ്. പെർസെൻറ്റേജ് ഓഫ് IGST തന്നിട്ടില്ലാത്തതുകൊണ്ട് IGST നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നമുക്കൊരു 18% കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനൊരു നോട്ട് എഴുതി വയ്ക്കാം. പ്രശ്നമില്ലല്ലോ അവിടെ. സിമ്പിൾ കാര്യമില്ലേ? ഇനിയുണ്ട് ക്വസ്റ്റ്യൻ. നമുക്ക് ആ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇതാ പിടിച്ചെന്നാൽ ഇവിടെ തന്നെ കിടപ്പുണ്ട്. കമ്പ്യൂട്ട് എക്സ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ദ ഫോളോയിങ് ഡേറ്റ്. എക്സ്പോർട്ട് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? എക്സ്പോർട്ട് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എല്ലാ റേറ്റ് വിടുന്ന നമ്മുടെ അസസബിൾ വാല്യൂ ഇല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് CIF, കോസ്റ്റ്
ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ്, CIF, കോസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ്, കോസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ്. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ് CIFലും, എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വാല്യൂ, അസബിൾ വാല്യൂ, നമ്മളെപ്പോഴും നമ്മുടെ ടാക്സ് ഒക്കെ ഇടത്തില്ലടാ, പെർസെൻറ്റേജ് ഒക്കെ ഇടത്തില്ലേ, അത് ഏതിൻ്റെ മണ്ടയിലായിരിക്കും? FOB എന്ന് പറഞ്ഞാൽ ഫ്രീ ഓൺ ബോർഡ്. അതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ചുമ്മാ അറിഞ്ഞിരുന്നാൽ മതി. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് FOBയുടെ മേലും ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് CIFൻ്റെ മേലും ആയിരിക്കും നമ്മളെ ഡ്യൂട്ടി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് എക്സ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. FOB പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഇൻ US dollars 1 lakh. കണ്ട, ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്ന? FOB ആണ്. ഇവിടെ FOB അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 1 lakh rupees ആണ്. ഓക്കെ, പ്രശ്നമില്ല. അവിടെ നോക്കി, ഷിപ്പിംഗ് ബിൽ പ്രസൻറ്റഡ് ഇലക്ട്രോണിക്കലി ഓൺ 28/2/2018. ഷിപ്പിംഗ് ബില്ല് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നാണ്? 28/2/2018 ആണ്. ഓക്കെ, എവിടെയോ പഠിച്ചായിരുന്നു. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഷിപ്പിംഗ് ബില്ല് അല്ലെങ്കിൽ എക്സ്പോർട്ട് ബില്ല്, ഷിപ്പിംഗ് ബില്ലെങ്കിൽ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട്, എക്സ്പോർട്ട് ബില്ല്. ഷിപ്പിംഗ് ബില്ല് എപ്പോഴാണ്? നമ്മുടെ ഷിപ്പിലൂടെയോ എയർക്രാഫ്റ്റിലൂടെ പോകണമെങ്കിൽ ഷിപ്പിംഗ് ബില്ല്, അല്ല ലാൻഡിലൂടെ പോകണമെങ്കിൽ എക്സ്പോർട്ട് ബില്ല് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട്. ഓക്കെ, ഇവിടെ ബിൽ ഓഫ് എക്സ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഷിപ്പിംഗ് ബില്ല് ഫയൽ ചെയ്യുന്നത് 28/2/2018 ഓക്കെ, പ്രോപ്പർ ഓഫീസർ പാസസ് ദ ഓർഡർ ഓഫ് പെർമിറ്റിംഗ് ക്ലിയറൻസ്. നമ്മുടെ പെർമിറ്റിംഗ് ക്ലിയറൻസ്, അതായത് ഔട്ട്വേർഡ് എൻട്രി ഓഫ് ഔട്ട്വേർഡ് കൊടുത്ത ഡേറ്റ് ഇവർ തന്നിട്ടുണ്ട്. ആൻഡ് ലോഡിംഗ് ഇൻ ഗുഡ്സ്, നമ്മുടെ ഗുഡ്സ് ലോഡ് ചെയ്തത്, എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലോഡ് ചെയ്തത് എന്നാണ്? 1 March 2018. 1 March 2018. ഓക്കെ, ദ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് റേറ്റ് ഓഫ് എക്സ്പോർട്ട് ഡ്യൂട്ടി താഴെ തന്നിട്ടുണ്ട് കുറച്ച് ദിവസത്തെ. ഒന്ന് 28/3/2018. 28/3/2018 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിപ്പിംഗ് ബില്ല് റേസ് ചെയ്ത ദിവസം. അന്ന് 65 രൂപയും 10%. ഇനി 1/3 എന്ന് പറഞ്ഞാൽ ഏത് ഡേറ്റ്? നമ്മുടെ ക്ലിയറൻസ് ഒക്കെ തരുന്ന ഡേറ്റ്. അന്നാണെങ്കിൽ 66 രൂപയും 8%. ഓക്കെ, അടുത്ത് എന്താ തന്നിരിക്കുന്നത്? റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് നോട്ടിഫൈഡ് ഫോർ എക്സ്പോർട്ട് ബൈ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ്. അത് പറഞ്ഞില്ലെങ്കിൽ തന്നെ നമ്മൾ അറിയാം, ഈ സാധനങ്ങളെല്ലാം നോട്ടിഫൈ ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആയിരിക്കും. മേക്ക് സ്യൂട്ടബിൾ അസംപ്ഷൻസ് വേർ റിക്വയർഡ് ആൻഡ് ഷോ ദ വർക്കിംഗ്. സ്യൂട്ടബിൾ അസംപ്ഷൻസ് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കാണിക്കാം. ഓക്കെ അല്ലേ? ഇനി പറ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യം ഒന്നും കൂടെ റിവൈൻഡ് ചെയ്തേ. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സബിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ നമ്മൾ ഗ്രാൻഡ് ചെയ്യുന്നു, നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എൻട്രി ഔട്ട്വേർഡ് തരുന്ന ഡേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ടാക്സബിൾ ഇവൻറ്റിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കറിയാം. അടുത്ത റേറ്റ് ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഏത് ഡേറ്റിൽ എടുക്കണം? നമ്മുടെ ഔട്ട്വേർഡ് എൻട്രി ഔട്ട്വേർഡ് കിട്ടുന്ന ഡേറ്റിൽ. ഓക്കെ, ഇവിടെ എൻട്രി ഔട്ട്വേർഡ് കിട്ടിയ ഡേറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്? ബേസിക് കസ്റ്റം ഡ്യൂട്ടി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിപ്പിംഗ് ബിൽ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട് കിട്ടുന്ന ഡേറ്റ്. അത്രയല്ലേ ഉള്ളൂ. ഇവിടെ ആ കാര്യങ്ങളെല്ലാം നേരിട്ട് തന്നെ തന്നിട്ടുണ്ട് ഇല്ലേ? നോക്കി, ആദ്യത്തെ ഡേറ്റ് നമുക്ക് നോക്കാം. നമുക്ക് എന്നാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, എന്നാണ് നമ്മുടെ സാധനം ഗ്രാൻഡ് ചെയ്യുന്നത്, നമ്മളോട് പ്രോപ്പർ ഓഫീസർ ഗ്രാൻഡ് ചെയ്യുന്നത് എന്നാണ്? നോക്കി, പ്രോപ്പർ ഓഫീസർ പാസസ് ദ ഓർഡർ ഓഫ് പെർമിറ്റിംഗ് ക്ലിയറൻസ് ആൻഡ് ലോഡിംഗ് ഓഫ് ഗുഡ്സ് ഫോർ എക്സ്പോർട്ട് 1/3/2018. അപ്പോൾ 1/3/2018 എടുത്തു. ആ ഡേറ്റിനായിട്ടായിരിക്കും എന്ത്? ബേസിക് കസ്റ്റം ഡ്യൂട്ടി. അപ്പോൾ 8% ബേസിക് കസ്റ്റം ഡ്യൂട്ടി എടുത്ത്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? നമ്മുടെ ബിൽ ഓഫ് എൻട്രി, ഷിപ്പിംഗ് ബിൽ അല്ലെങ്കിൽ എക്സ്പോർട്ട് ബിൽ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട്, ആ ഡേറ്റ്. ഇവിടെ എന്താണ്? ഷിപ്പിംഗ് ബില്ലാണ്. ആ ദിവസത്തെ ഡേറ്റിൻ്റെ റേറ്റ് എത്രയാണ്? 65 രൂപ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം നമ്മുടെ FOB എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അസബിൾ വാല്യൂ അല്ലെങ്കിൽ FOB എന്നൊക്കെ ഇപ്പം ചുമ്മാ കിടക്കട്ടെ, നമുക്ക് അസബിൾ വാല്യൂ എന്ന് വിളിക്കാം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1 ലക്ഷം രൂപയാണ് USA വില. 1 ലക്ഷം ഇൻറ്റു ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ടുള്ള 65 ഇടുമ്പോൾ 65 ലക്ഷം. അതിനകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? ബേസിക് കസ്റ്റം ഡ്യൂട്ടി കൊടുക്കുന്നു. എത്ര പെർസെൻറ്റേജ്? 8%. 8% ബേസിക് കസ്റ്റം ഡ്യൂട്ടി കൊടുത്താൽ എത്ര? 5,20,000 വരും. ഇതിന് കൂടെ നമുക്ക് എന്ത് കൊടുക്കാം? പറ. ബേസിക് കസ്റ്റം ഡ്യൂട്ടി ലൈൻ ആരാണ്? സോഷ്യൽ വെൽഫെയർ. അടിയിപ്പം കൊള്ളും. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ സോഷ്യൽ വെൽഫെയർ സർചാർജ്? എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നോട്ടായിട്ട്. തിരിഞ്ഞു നോക്ക്, ബാക്കിലോട്ടുള്ള കാര്യം നോക്ക്. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തില്ല? സോഷ്യൽ വെൽഫെയർ സർചാർജ് ഇല്ല. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിൽ പിണക്കമാണ്, ഇവർ തമ്മിൽ ലൈനൊന്നുമല്ല. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ എന്തുള്ളൂ? കസ്റ്റംസ് ഡ്യൂട്ടിയും ബേസിക് സോഷ്യൽ വെൽഫെയർ സർചാർജും ഒക്കെ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ബേസിക് അസംപ്ഷൻസ് ഒക്കെ എഴുതുക, ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ദിവസം പഠിക്കാനുള്ള ഡ്യൂട്ടി ലയബിൾ ഇൻ സർട്ടൺ സ്പെഷ്യൽ സിറ്റുവേഷൻസ് സർക്കംസ്റ്റൻസ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഈ വീഡിയോയിൽ ഇത്രയും മതി. എൻ്റെ തൊണ്ടയൊക്കെ അടിച്ചു പോയി. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസായിട്ട് എനിക്കൊരു ലൈക്ക് തരിക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇഷ്ടപ്പെട്ടെന്നോ മനസ്സിലായെന്നോ അല്ലെങ്കിൽ മനസ്സിലായില്ലെന്നോ എന്തെങ്കിലും എന്ന് പറയുമ്പോഴെല്ലാം നാക്ക് ഭയങ്കരമായിട്ട് ഉടക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ സർട്ടൺ സിറ്റുവേഷൻസിൻ്റെ കാര്യം പഠിക്കാം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ മുമ്പിലോട്ട് പഠിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.